ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ബാലുനെ ഖേലി ഫുട്ബോൾ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. കഹാനി സെ ഷേർ കെ ബച്ചേനെ പേട് കി ഡാൽ ക്യോ പകടി. ഷേർ കെ ബച്ചേനെ സിംഹത്തിൻ്റെ കുഞ്ഞ്, പേട് കി ഡാൽ, ഡാൽ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, അതിൻ്റെ കൊമ്പ്, മരത്തിൻ്റെ കൊമ്പ് എന്തുകൊണ്ടായിരുന്നു പിടിച്ചത്? എന്തുകൊണ്ടായിരുന്നു? കരടി വന്നിട്ട് ഫുട്ബോളാണെന്ന് കരുതിയിട്ട് സിംഹത്തിൻ്റെ കുഞ്ഞിനെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴാണ് വീഴാതിരിക്കാൻ വേണ്ടി, തറയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് സിംഹത്തിൻ്റെ കുഞ്ഞ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചത്. നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഷേർ കെ ബച്ചേനെ പേട് കി ഡാൽ ഇസ്ലിയെ പക്കടി താക്കി വ ജമീൻ പർ നാ ഗിർപടെ. സിംഹത്തിൻ്റെ കുഞ്ഞ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചത് എന്തുകൊണ്ടായിരുന്നു? വ ജമീൻ പർ നാ ഗിർപടെ, അത് തറയിൽ വീഴാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഷേർ കാ ബച്ച ക്യോ ദഹാഡ. ദഹാഡ എന്ന് പറഞ്ഞാൽ, ദഹാഡന എന്ന് പറഞ്ഞാൽ ഗർജിക്കുക. സിംഹത്തിൻ്റെ കുഞ്ഞ് എന്തുകൊണ്ടായിരുന്നു ഗർജിച്ചത്? എന്തുകൊണ്ടായിരുന്നു? ആൻസർ നമുക്ക് എന്തെഴുതാം? ജബ് ബാലുനെ ഷേർ കെ ബച്ചെ കോ ഫുട്ബോൾ സമജ് കർ അപ്നെ पैर से उछाल दिया तो हड़बड़ी में शेर के बच्चे ने दहाड़ लगाई. ജബ് ബാലുനെ, അപ്പോൾ കരടി വന്നിട്ട് ഷേർ കെ ബച്ചേക്കോ സിംഹത്തിൻ്റെ കുഞ്ഞിനെ ഫുട്ബോൾ സമജ്കർ, ഫുട്ബോൾ ആണെന്ന് കരുതിയിട്ട് അപ്നെ പേർ സെ ഉജാൽ ദിയ, തൻ്റെ കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചു. തോ ഹഡ്ബഡീമേ ഷേർ കെ ബച്ചേനെ ദഹാഡ് ലഗായി. അപ്പോൾ ആ തിരക്കിൽ, ഹഡ്ബഡീമേ എന്ന് പറഞ്ഞാൽ ജൽദീമേ, അതായത് ആ തിരക്കിൽ, ആ വെപ്രാളത്തിൽ സിംഹത്തിൻ്റെ കുഞ്ഞ് ഗർജിച്ചു. അടുത്തത്, ബാലു സാഹബ് കിസ് ബാത് പർ ബച്തായേ. കരടി സാറ് ഏത് കാര്യത്തിലായിരുന്നു പശ്ചാത്തപിച്ചത്? ഏത് കാര്യത്തിലായിരുന്നു? ബാലു സാഹബ് ഇസ് ബാത് കോ ലേക്കർ ബച്തായേ കി ഉन्होंने शेर के बच्चे को फुटबॉल समझकर अपने पैरों से उछाल दिया था. എന്തിനായിരുന്നു പശ്ചാത്തപിച്ചത്? ഫുട്ബോൾ ആണെന്ന് കരുതിയിട്ട് ബാലു എന്ത് ചെയ്തിരുന്നു? സിംഹത്തിൻ്റെ കുഞ്ഞിനെ തട്ടി തെറിപ്പിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാലുനെ ക്യോ കഹാ ഓ കി സാഫത്ത് മേ ആഫസ. ഓ, എന്ത് കഷ്ടപ്പാടിലാണ് വന്ന് പെട്ടത്, എന്ത് ബുദ്ധിമുട്ടിലാണ് വന്ന് പെട്ടത്, കുടുങ്ങിയത് എന്ന് ബാലു പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? ഫസ്ന എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടുപോവുക, കുടുങ്ങിപ്പോവുക എന്നൊക്കെയാണ് അർത്ഥം. എന്തുകൊണ്ടായിരുന്നു? में आफसा. यह बालू ने इसलिए कहा क्योंकि उसे शेर के बच्चे को बार बार उछालना पड़ रहा था. സിംഹത്തിൻ്റെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊക്കേണ്ടതായിട്ട്, മുകളിലോട്ട് ഇങ്ങനെ പൊക്കേണ്ടതായിട്ട്, എറിയേണ്ടതായിട്ട് വന്നിരുന്നു കരടിക്ക്. അതുകൊണ്ടായിരുന്നു എന്ത് കഷ്ടപ്പാടിലാണ് ഞാൻ വന്ന് പെട്ടത് എന്ന് കരടി ചിന്തിച്ചത്. ഓർവ ബുരി തരസെ തക്കുകയാത്ത, അതുകൂടാതെ കരടി വളരെയധികം ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കരടി അങ്ങനെ പറഞ്ഞത്. അടുത്തത്, പെഹലെ ക്യാ ഹുവ ഫിർ ക്യാ ഹുവ. ആദ്യം എന്താണ് സംഭവിച്ചത്, പിന്നീട് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ബാലുനെ ഷേർ കെ ബച്ചേക്കോ ഉച്ചാൽ ദിയ. കരടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ചു. ഷേർ കെ ബച്ചേനെ പേട് കി ഡാൽ പകഡ്ലി. സിംഹത്തിൻ്റെ കുഞ്ഞ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചു. ബാലുനെ ഗർ കി ഓർ ദൗഡ് ലഗായി. കരടി വീടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ബാലു സാഹബ് സേർ കോ നിക്കലെ. കരടി സാറ് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി, ചുറ്റി നടക്കാനായിട്ട് ഇറങ്ങി. ബാലുവിനെ ഷേർ കെ ബച്ചേക്കോ ലപക് കർ പകഡ് ലിയ. കരടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചു, കൈ നീട്ടിയിട്ട് അങ്ങനെ പിടിച്ചു. അപ്പോൾ ഇതിലേതാണ് ആദ്യം സംഭവിച്ചത് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ആദ്യം ഏതാണ് സംഭവിച്ചത്? ബാലു സാഹബ് സേർ കോ നിക്കലെ. കരടി ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി, ചുറ്റി നടക്കാനായിട്ട് ഇറങ്ങി. അടുത്തതോ, ബാലുവിനെ ഷേർ കെ ബച്ചേക്കോ ഉച്ചാൽ ദിയ. അപ്പം മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന സിംഹത്തിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫുട്ബോളാണെന്ന് കരുതിയിട്ട് കരടി എന്ത് ചെയ്തു? കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഷേർ കെ ബച്ചേനെ പേട് കി ഡാൽ പകഡ്ലി. അപ്പം സിംഹത്തിൻ്റെ കുഞ്ഞ് എന്താ ചെയ്തത്? മരത്തിൻ്റെ കൊമ്പ് പിടിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ബാലുവിനെ ഷേർ കെ ബച്ചേക്കോ ലപക് കർ പകഡ് ലിയ. അപ്പോൾ മരത്തിൻ്റെ കൊമ്പ് പിടിച്ചപ്പോൾ മരത്തിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയി. അപ്പോൾ കരടി വന്നിട്ട് സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചു, കൈനീട്ടി പിടിച്ചു.
അടുത്തതോ ബാലുവിനെ ഗർക്കി ഓർ ദൗഡ് ലഗായി. അതിനുശേഷം എന്താ സംഭവിച്ചത്? കരടി തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ക്യാ ഹോത്ത അഗർ, എന്താണ് സംഭവിക്കുക? ബാലു ഷേർ കെ ബച്ചേക്കോ നാ പകടുത്ത. അഗർ ബാലു ഷേർ കെ ബച്ചേക്കോ നാ പകടുത്ത, കരടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? നമുക്ക് ആൻസർ എന്തെഴുതാം? അഗർ ബാലു ഷേർ കെ ബച്ചേക്കോ നാ പകടുത്ത തോ വ ജമീൻ പർ ഗിർ ജാത ഓർ ഉസെ ബഹുത് ചോട്ട് ലഗ്തി. അഥവാ കരടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി, അത് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചപ്പോൾ കൊമ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ബാലു സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് തറയിൽ വീഴുമായിരുന്നു. ഓർ ഉസെ ബഹുത് ചോട്ട് ലഗ്തി, അതുകൂടാതെ മുറിവും പറ്റുമായിരുന്നു. അടുത്തത് ഷേർ കാ ബച്ച 9-11 നാ ഹോത്ത. സിംഹത്തിൻ്റെ കുഞ്ഞ് ഓടിപ്പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അഗർ ഷേർ കാ ബച്ച 9-11 നാ ഹോത്ത തോ മാലി ഉസെ പേട് കി ഡാൽ തോടനെ കാ ഹർജാന ലേത്ത. അപ്പോൾ അവിടെ നിന്ന് തോട്ടക്കാരൻ അങ്ങോട്ട് പോയ സമയത്ത് സിംഹത്തിൻ്റെ കുഞ്ഞ് പോയിട്ടില്ലായിരുന്നെങ്കിൽ തോട്ടക്കാരൻ തിരിച്ചു വന്നിട്ട് ഈ മരത്തിൻ്റെ കൊമ്പ് പൊട്ടിച്ചതിന് ഉള്ള അതിൻ്റെ ഫൈന് വാങ്ങിക്കുമായിരുന്നു. കരക്കെ ദേക്കോ, ചെയ്തു നോക്കൂ. ജബ് ബാലുവിനെ ഷേർ കെ ബച്ചേക്കോ ഉച്ചാല വഹ് ദഹാഡ. കരടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ എടുത്ത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അത് ഗർജിച്ചു. ഉസ്കെ ദഹാഡനെ കി ആവാസ് കേസി ഹോഗി ബോൽക്കർ ദിക്കാവോ. അപ്പോൾ സിംഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ആ ഗർജിക്കുന്നതിൻ്റെ ആ സൗണ്ട് എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് നീച്ചെ ലിഖേ കാമോകോ കേസെ കർത്തേ ഹെ കക്ഷാമേ കർക്കെ ബതാവോ. താഴെ കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ട് പറയണം. ആദ്യത്തേത് ഏതാണ്? ലപക്ന എന്ന് പറഞ്ഞാൽ പിടിക്കുക. കങ്കി കർണ എന്ന് പറഞ്ഞാൽ മുടി ചീകുക. കങ്കി എന്ന് പറഞ്ഞാൽ കോമ്പ്, അപ്പോൾ മുടി ചീകുക. ദബേ പാവ് ചലന എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ ചലന, അതായത് നിശബ്ദമായി നടക്കുക, മെല്ലെ നടക്കുക, ശബ്ദമുണ്ടാകാതെ നടക്കുക. അടുത്തത് ഫേക്ന എന്ന് പറഞ്ഞാൽ എറിയുക. മോസ പെഹന്ന, സോക്സ് ധരിക്കുക. ദുലേ കപ്പടെ നിച്ചോടന. ദുലേ കപ്പടെ എന്ന് പറഞ്ഞാൽ അലക്കിയ വസ്ത്രങ്ങൾ പിഴിയുക, അലക്കിയ തുണി പിഴിയുക. ധുൽന എന്ന് പറഞ്ഞാൽ അലക്കുക. അടുത്തത് ഷേർ കെ ബച്ചേനെ സുനായി ആപ് ഭീതി. സിംഹത്തിൻ്റെ കുഞ്ഞ് കഴിഞ്ഞ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ഷേർ കെ ബച്ചേനെ ഘർ ജാക്കർ അപ്പനെ മാതാപിതാക്കോ അപ്പനി കഹാനി സുനായി. സിംഹത്തിൻ്റെ കുഞ്ഞ് വീട്ടിൽ പോയിട്ട് തൻ്റെ അച്ഛനും അമ്മയ്ക്കും തൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ഉസ്നെ ക്യാ ക്യാ സുനായ ഹോഗ ബത്താവോ. അപ്പോൾ സിംഹത്തിൻ്റെ കുഞ്ഞ് അവൻ്റെ മാതാപിതാക്കൾക്ക് എന്തൊക്കെയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അത് നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ എങ്ങനെ എഴുതാം? ഷേർ കെ बच्चे ने अपने माता पिता से कहा होगा कि जब मैं पेड़ के नीचे सो रहा था तब बालू ने मुझे फुटबॉल समझकर अपने पैर से उछाल दिया. അപ്പോൾ സിംഹത്തിൻ്റെ കുഞ്ഞ് തൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടാവും, എന്തെന്നാൽ ഞാൻ മരത്തിൻ്റെ താഴെ ഉറങ്ങുന്ന സമയത്ത് കരടി വന്നിട്ട് എന്നെ ഫുട്ബോളാണെന്ന് കരുതിയിട്ട് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. मैंने एक पेड़ की डाल पकड़ ली. അപ്പോൾ ഞാൻ മരത്തിൻ്റെ ഒരു കൊമ്പ് പിടിച്ചു. ലേക്കിൻ വ ടൂട്ട് ഗയി, പക്ഷെ അത് പൊട്ടിപ്പോയി. मैं ज़मीन पर गिर पड़ता लेकिन इसी बीच बालू ने मुझे पकड़ लिया. ഞാൻ തറയിൽ വീഴുമായിരുന്നു, പക്ഷേ അപ്പോഴേക്കും കരടി വന്നിട്ട് എന്നെ പിടിച്ചു. മുझे इसमें बड़ा मज़ा आया. എനിക്കിതിൽ നല്ല രസം തോന്നി. और मैंने बालू से बार बार उछालने तथा मुझे पकड़ने के लिए कहा. അതുകൂടാതെ ഞാൻ കരടിയോട് എന്നെ വീണ്ടും ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കാനും പിടിക്കാനും പറഞ്ഞു. യേ ക്രം കാഫി ദേർ തക് ചൽത്താ രഹ. ഇത് ഇങ്ങനെ കുറേ സമയത്തേക്ക് തുടർന്നു കൊണ്ടേയിരുന്നു. കുച്ച് ദേർ കെ ബാദ് ബാലു മുझे ഉജാൽക്കർ ഭാഗ് ഗയ. കുറച്ച് സമയത്തിന് ശേഷം കരടി എന്നെ ഇങ്ങനെ തട്ടി എറിഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോയി. ഓർ മേ ജമീൻ പർ ഗിർ ഗയ. അപ്പോൾ ഞാൻ തറയിൽ വീണു. ഇസസെ പേടിക്ക് ഡാൽ ടൂട്ട് ഗയി. അപ്പോൾ മരത്തിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയി.
तभी वहाँ माली आ गया, उसने मुझसे पेड़ की डाल तोड़ने का हर्जाना मांगा. അപ്പോഴേക്കും അവിടെ തോട്ടക്കാരൻ വന്നു. അദ്ദേഹം എന്നോട് മരത്തിൻ്റെ ബ്രാഞ്ച് പൊട്ടിച്ചതിൻ്റെ ഫൈന് ചോദിച്ചു, അതിൻ്റെ പിഴ ചോദിച്ചു. മേനെ കഹാക്കി ടീ ഖോക്കർ ദൂങ്ക, ഞാൻ സുഖം പ്രാപിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. മാലി യെ ഖഹക്കർ ചലാകയാക്കി തോടി ദേർമി ആത്താവും. അപ്പോൾ തോട്ടക്കാരൻ ഞാൻ കുറച്ച് സമയം കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. മാലിക്ക് ജാത്തേ ഹി മേ വഹാസെ ഭാഗ് ഖടാ ഹുവ. തോട്ടക്കാരൻ അവിടെ നിന്ന് പോയപ്പോഴേക്കും ഞാൻ അവിടെ നിന്നും ഓടിപ്പോയി. അടുത്തത് ഖേൽ ഖേൽ മേ. ഫുട്ബോൾക്കോ ഫുട്ബോൾ ക്യോ കഹത്തെ ഹോങ്കെ. അപ്പോൾ ഫുട്ബോളിനെ ഫുട്ബോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഫുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാല്. ബോൾ എന്ന് പറഞ്ഞാൽ പന്ത്. അപ്പോൾ കാല് കൊണ്ട് കളിക്കുന്ന പന്ത്, അതുകൊണ്ടായിരിക്കും ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ? ഫുട്ബോൾ का अर्थ होता है फुट यानी पैर, बॉल यानी गेंद, अर्थात पैर से खेले जाने वाली गेंद, കാലുകൊണ്ട് കളിക്കുന്ന പന്ത്. इसलिए इसे फुटबॉल कहा जाता है, അതുകൊണ്ടാണ് ഇതിനെ ഫുട്ബോൾ എന്ന് പറയുന്നത്. അടുത്തത് ऐसे खेलों के नाम बताओ जिनमें ബോൾ का इस्तेमाल करते हैं. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഗെയിംസിൻ്റെയൊക്കെ പേര് പറയണം. ബോൾ കൊണ്ട് കളിക്കുന്ന ഗെയിംസിൻ്റെ പേര് പറയണം. ബോളിന് എന്താ ഹിന്ദിയിൽ പറയുക? ഗേന്ദ്. അപ്പോൾ ഗേന്ദ്, ബോൾ കൊണ്ട് കളിക്കുന്ന ഗെയിംസിൻ്റെ ഒക്കെ പേര് പറയണം. ഏതൊക്കെയാണ്? ഇവിടെ പിട്ടു കൊടുത്തിട്ടുണ്ട്. പിട്ടു എന്ന് പറഞ്ഞാൽ കല്ലെല്ലാം അങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് കളിക്കുന്ന ഗെയിമാണ്. പിന്നെ ഏതാണ്? ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ. അടുത്തത് തുമാരി സമജ് സെ. ठंड से बचने के लिए शेर का बच्चा गोल मटोल सिमट कर बैठ गया था. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സിംഹത്തിൻ്റെ കുഞ്ഞ് ചുരുണ്ടുകൂടി അങ്ങനെ ഇരുന്നതായിരുന്നു. തുമാരി വിചാർ സെ ഷേർ കെ ബച്ച ठंड से बचने के लिए और क्या क्या कर सकता था. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സിംഹത്തിൻ്റെ കുഞ്ഞിന് വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു? നമുക്ക് എന്തെഴുതാം ആൻസർ? ഷേർ കാ ബച്ച ठंड से बचने के लिए अपनी गुफा में जा सकता था या किसी झाड़ी में घुसकर बैठ सकता था. സിംഹത്തിൻ്റെ കുഞ്ഞിന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് തൻ്റെ ഗുഹയിലേക്ക് പോകാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഒളിക്കാമായിരുന്നു, അതിൽ ഒളിച്ചിട്ട് അങ്ങനെ ഇരിക്കാമായിരുന്നു. അടുത്തത് ഉലട്ട് പുലട്ട്. സർദിയോങ്ക മോസം ചാര ഓർ കൊഹരാഹി കൊഹര. അപ്പോൾ തണുപ്പിൻ്റെ കാലാവസ്ഥയാണ്, തണുപ്പുള്ള കാലാവസ്ഥയാണ്. 4 ഭാഗത്തും മൂടൽമഞ്ഞാണ്. കൊഹര എന്ന് പറഞ്ഞാൽ ഫോഗ്, മൂടൽമഞ്ഞ്. ഗർമിയോങ്ക മോസം ചാര ഓർ ധൂപ് ഹി ധൂപ്. അപ്പോൾ ചൂടിൻ്റെ കാലാവസ്ഥ 4 ഭാഗത്തും എന്താണ്? സൂര്യപ്രകാശമാണ്, വെയിലാണ്. 4 ഭാഗത്തും സൂര്യൻ്റെ പ്രകാശമാണുള്ളത്. അപ്പോൾ തണുപ്പിൻ്റെ കാലാവസ്ഥയിൽ മൂടൽമഞ്ഞും ചൂട് കാലത്ത് നല്ല സൂര്യപ്രകാശവും, തണുപ്പിന് ഓപ്പോസിറ്റായിട്ട് നല്ല ചൂട്. ഉദാഹരണക്ക് അനുസാർ ശബ്ദവും ഉലട്ടിക്കർ ലിക്കും. അപ്പോൾ ഉദാഹരണത്തിനനുസരിച്ച് ഈ ശബ്ദങ്ങൾ, ഈ വാക്കുകൾ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഷേർ കാ ബച്ച ഫിർസെ ഉജാലിനേക്കോ കഹരഹാത്ത. സിംഹത്തിൻ്റെ കുഞ്ഞ് വീണ്ടും ഇങ്ങനെ തട്ടി തെറിപ്പിക്കാനായിട്ട് പറയുകയായിരുന്നു, അങ്ങനെ പൊക്കാനായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉജാലിന, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗിരാന, അതായത് താഴെ ഇടുക. ഷേർ കാ ബച്ച ഫിർസെ ഗിരാനേക്കോ കഹരഹാത്ത. അടുത്തത് പേടിക്ക് ഡാൽ പക്കഡിലെ. മരത്തിൻ്റെ കൊമ്പ് പിടിച്ചു. പക്കഡിന, പക്കഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ചോടിന. പേടിക്ക് ഏക് ഡാൽ ചോട് ദി. പക്കഡിന എന്ന് പറഞ്ഞാൽ പിടിക്കുക, ചോടിന എന്ന് പറഞ്ഞാൽ വിടുക. അടുത്തത് ठंड से बचना, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക. ഭാലുവിനെ ठंड से बचने के लिए फुटबॉल खेलने की बात सोची. കരടി തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള കാര്യം ചിന്തിച്ചു. തും ठंड से बचने के लिए क्या क्या करती हो. നിങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സഹിക നിഷാൻ. താഴെ കുറിച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങൾക്ക് നേരെ സഹിക നിഷാൻ ലഗാവോ, ടിക്ക് ഇടണം. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ദൗഡ് ലഗാത്തി ഹോ. ദൗഡ് ലഗാത്തി ഹോ എന്ന് പറഞ്ഞാൽ ഓടാറുണ്ട്, അപ്പോൾ ഉണ്ടെങ്കിൽ ടിക്ക് ഇടാം. ഗരം കപ്പടെ പെഹൻകർ ഗർമേ ബാഠ്തി ഹോ. അതായത് തണുപ്പിൻ്റെ ചൂടുള്ള ഡ്രസ്സ്, സ്വെറ്റർ എല്ലാം ധരിച്ചിട്ട് വീട്ടിൽ ഇരിക്കാറുണ്ട്, ഉണ്ടെങ്കിൽ ടിക്കിടാം. രസായി ഓടുത്തി ഹോ. രസായി എന്ന് പറഞ്ഞാൽ ക്വിൽറ്റ്, അതായത് ബ്ലാങ്കറ്റ് പോലെയുള്ള പുതപ്പ്, അത് പുതയ്ക്കാറുണ്ട്, ഉണ്ടെങ്കിൽ ടിക്കിടാം. ആഗ് താപ്തി ഹോ, അതായത് തീ കത്തിച്ചിട്ട് അതിന് ചുറ്റും ഇരിക്കാറുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ടിക്കിടാം.
ठंडा पानी पीती हो തണുത്ത വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല. ഗരം പാനി മേ നഹാത്തി ഹോ ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട്. ടിക്കിടാം. ഗരം ഗരം ചായ് പീത്തി ഹോ ചൂടുള്ള ചായ കുടിക്കാറുണ്ട്. അതിനും ടിക്കിടാം. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.